എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ, മസാല പൊറോട്ട ഉണ്ടാക്കാം. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് വളർന്നു കൊടുത്താലും ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ എണ്ണ, എന്നിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ, ഉണ്ടല്ലേ? അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തു. ഇനി ഒരു 5 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞൊരു ബൗൾ എടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി മസാല ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു മീഡിയം ബോൾ, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ അതേപോലെ ഒരു മീഡിയം ബോൾ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടുക. കണ്ടില്ലേ ഇതുപോലെ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചപ്പാത്തി പരത്തുന്ന ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് വെതറി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഇത് നന്നായിട്ട് പരത്തണം. നമ്മൾ ചപ്പാത്തി പരത്തത്തില്ല, ആ ഒരു പരുവത്തിൽ പരത്തണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ. കനം കുറച്ച് പരത്തണം കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ പരത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ്, എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ചപ്പാത്തി മുഴുവനുമായിട്ട് ഇത് പരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ഫുള്ള് പരട്ടി കൊടുക്കട്ടെ. അപ്പോൾ നെയ്യ് ഇതുപോലെ തൂത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അന്നേരം റെഡി ചെയ്ത മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെതറി കൊടുക്കാം. അപ്പം മസാല വെതറി കൊടുത്തു. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു സൈഡ് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഞൊറിഞ്ഞെടുക്കത്തില്ലേ, ഇതുപോലെ നമ്മൾ ഓരോ സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. കണ്ടില്ലേ ഇത് ഈസിയാ. ഓരോ സൈഡ് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് അവിടെ അതുപോലെ മടക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് പീസ് അത് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. അത് കഴിഞ്ഞ് അതിനെ അവിടെ വെച്ച് തന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം മസാല ഇങ്ങനെ ഇതുപോലെ വെതറി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇതുപോലെ വെതറി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മാവ് വെതറിയിട്ട് ഇതതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തത്തില്ലേ നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. അത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. കണ്ടില്ലേ ഇതുപോലെ. ഇനി നമുക്കിത് പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെക്കട്ടെ. അപ്പോൾ പാൻ നന്നായി ചൂടായി. ഇതിലേക്ക് നമുക്ക് റെഡി ചെയ്ത് വെച്ച പൊറോട്ട വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആവണം. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ ആ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് ആ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡിലും കുറേശ്ശെ നെയ്യ് തൂത്ത് കൊടുക്കാം. അപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് അവിടെയും കൂടെ നെയ്യ് തൂത്ത് കൊടുക്കാം. ആ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ മസാല പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻസ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോ പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.